വെള്ളാപ്പള്ളി നടേശനെ വീട്ടിലെത്തി കണ്ട് മന്ത്രി ബിന്ദു കൃഷ്ണ. മന്ത്രിക്കെതിരെ ഉയർന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വെള്ളാപ്പള്ളി നടേശൻ LDFന് വേണ്ടി തുറന്നു. നമസ്കാരം. കൊല്ലത്തുകാരി ബിന്ദു കൃഷ്ണ ഇപ്പോൾ സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ്. വെള്ളാപ്പള്ളി നടേശനോടുള്ള ഒടുങ്ങാത്ത ഭക്തി അങ്ങ് പൂജാമുറിയിൽ വെക്കുന്നതായിരിക്കും നല്ലത്. നാട്ടുകാരെ കൊഞ്ഞനം കുത്തുന്ന പരിപാടിയുമായിട്ട് ബിന്ദു കൃഷ്ണ ഇറങ്ങരുതെന്ന് മാത്രമേ പറയാറുള്ളൂ. സമുദായ നേതാക്കന്മാരുടെ അത്ര വലിയ സ്നേഹമുള്ള മര്യാദക്കാരിയായിരുന്നെങ്കിൽ പെരുന്നയിൽ വെറുതെ ഇരിക്കുന്ന സുകുമാരൻ നായരെയും ബാക്കിയുള്ള സകല മത സാമൂഹിക നേതാക്കളെയും സന്ദർശിക്കണമായിരുന്നു. അവരുടെ പാതാരബിന്ദങ്ങളെ തൊട്ട് വണങ്ങണമായിരുന്നു. അതായിരുന്നു മര്യാദ. തെങ്ങിനും കവുങ്ങിനും ഒരുപോലെ ചെത്തുകയും ഒരുപോലെ സ്ലായിപ്പിടുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന നിറം മാറുന്ന ജീവിക്ക് മുമ്പിൽ പോയി കുനിഞ്ഞുകുത്തി നിന്ന് തൊട്ടു തൊഴാൻ കോൺഗ്രസ്സുകാരിയായ നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? ബിന്ദു കൃഷ്ണയുടെ ക്യൂട്ട്നെസ് കണ്ടുകൊണ്ടല്ല ഈ നാട്ടിലെ മനുഷ്യർ കോൺഗ്രസിന് വോട്ട് ചെയ്തത്. അത് VD സതീശൻ എന്ന മനുഷ്യൻ ഇവിടെ ഉണ്ടാക്കിയ നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന ആശയത്തിന് ജനമിട്ടുകൊടുത്ത മാർക്ക് കൂടിയാണ്. ഉള്ള കാര്യം ബിന്ദു കൃഷ്ണയോട് നേരത്തെ അങ്ങ് പറഞ്ഞേക്കാം. പുഞ്ചയും കൊഞ്ചി വൃത്തികെട്ട വർത്തമാനവും പറഞ്ഞു നടന്ന പോളിറ്റ് ബ്യൂറോക്കാരൻ വിജയരാഘവൻ്റെ പെണ്ണുപിള്ളയെ വീട്ടിലിരുത്തിയവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ. അഹങ്കാരം അലങ്കാരമാക്കിയ വീണ ജോർജിനെ പമ്പയാറ്റിൽ തള്ളിയവരാണ് ജനങ്ങൾ. മര്യാദയ്ക്ക് കിട്ടിയ വകുപ്പിലെ കാര്യങ്ങളെല്ലാം നോക്കി ജോലി ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം. എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളാണ് രണ്ടാനമ്മയുടെയും രണ്ടാനച്ഛൻ്റെയും ആക്രമണത്തിൽ ഈ ഭൂമുഖത്തു നിന്നും ഇല്ലാതായത്. മൊത്തത്തിൽ നിങ്ങളുടെ വകുപ്പ് ഒരു കണക്കെടുക്കണം. വിവാഹിതരായ പെണ്ണുങ്ങൾ ആദ്യ വിവാഹത്തിലെ കുഞ്ഞുമായി കണ്ടവൻ്റെ കൂടെ പൊറുക്കുന്ന ഏതൊക്കെ വീടുകളുണ്ടെന്ന് പരിശോധിക്കണം. അത് കഴിഞ്ഞ് മതി ബിരിയാണി ചോദിച്ച ശംഖുവിൻ്റെ അമ്മൂമ്മയെ തേടിപ്പോകുന്ന പരിപാടി. പിണറായി വിജയൻ എന്ന ജനദ്രോഹി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച ഒരു തീക്കാറ്റിലാണ് ഇതുപോലെയുള്ള ചൊറുതനങ്ങളെല്ലാം മന്ത്രിസഭയിലെത്തിയത്. അല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ ഉച്ചിയിൽ കൈതൊട്ട് അനുഗ്രഹിച്ചതുകൊണ്ടല്ല ബിന്ദു കൃഷ്ണയെ. ഒരർത്ഥത്തിൽ സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഈ സ്ത്രീയും കാണിച്ചിരിക്കുന്നത്. ഒരാളോടും പ്രീതിയോ ഭീതിയോ ഇല്ലാതെ ഭരിച്ചുകൊള്ളാമെന്നാണ് ഇവരും സത്യം ചെയ്തിരിക്കുന്നത്. ശുംഭനിശുംഭന്മാരെ പോലെ പിണറായി വിജയൻ്റെ തോളിൽ കൈയിട്ട് നടന്ന വെറും സമുദായ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇങ്ങനെ സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിരങ്ങി കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുന്ന ഇതുപോലെയുള്ള മന്ത്രിമാരോട് വിശദീകരണം ചോദിക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. നാളെ നൂറുകണക്കിന് പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടെ ബീക്കൺ ലൈറ്റ് ഇട്ട് പറപ്പിച്ച് രമേശ് ചെന്നിത്തല പെരുന്നേലിരിക്കുന്ന സുകുമാരൻ നായരെ പോയി കണ്ടാൽ എന്താകും സ്ഥിതി? തൻ്റെ നീതിയും കൂറും നായന്മാരോടാണ് എന്ന് രമേശ് ചെന്നിത്തല പറയും പോലെയുള്ള ഒരു സന്ദേശമല്ലേ അത്? ചട്ടുകം എത്ര സ്വാദറിഞ്ഞതാ എന്നൊരു ചോദ്യമുണ്ട്. പാവം പിടിച്ചവരും പഠിക്കാൻ മിടുക്കരുമായ ഏതെങ്കിലും പിള്ളേർക്ക് ഈ സമുദായ നേതാക്കന്മാരെ കൊണ്ട് അകമഴിഞ്ഞ സഹായം വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നത് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരുടേതുപോലെ തന്നെയാണ് സമുദായ പ്രമാണിമാരുടെ കുടുംബവും. അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം സ്വസ്ഥം സുഖം. അവർക്കാർക്കും ജോലി തേടി എങ്ങും അലയേണ്ടതില്ല. സമുദായത്തെ വെച്ച് വിലപേശി സ്വന്തം കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കും ഈ നേതാക്കൾ. ഒരർത്ഥത്തിൽ UDF ഗംഭീരമായ വിജയം നേടിയതിനു ശേഷം KPCC ആസ്ഥാനത്ത് നടന്ന ചടങ്ങ് നമുക്ക് ഓർമ്മയുണ്ട്. ഒരു വൃത്തികെട്ട മനുഷ്യൻ എല്ലാ UDF നേതാക്കളെയും സ്ത്രീകളടക്കം വന്ന് ആലിംഗനം ചെയ്യുകയായിരുന്നു. ഒരർത്ഥത്തിൽ ആ വിഷയത്തിലൂടെ ആദ്യം പരിഹാസം ഏറ്റുവാങ്ങിയ നേതാവാണ് ബിന്ദു കൃഷ്ണ. സത്യത്തിൽ ബിന്ദു കൃഷ്ണ നിരപരാധിയായിരുന്നു. എല്ലാ ജനങ്ങളെയും സമഭാവനയോടെ കാണുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ഒരു മന്ത്രിയും ഒരു MLAയും ഇതുപോലെയുള്ള സാമുദായിക വിഷങ്ങളുടെ മുമ്പിൽ പോയി അനുഗ്രഹം വാങ്ങാൻ നിൽക്കരുത്. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘമല്ല നിങ്ങളെ മന്ത്രിയാക്കിയത്. അതിനാട്ടിലെ കോൺഗ്രസ്സുകാരൻ്റെ വിയർപ്പും അധ്വാനവുമാണ്. വല്ല പരിപാടിക്കും വിളിച്ചാൽ അവിടെ പോയി നല്ല വർത്തമാനം പറഞ്ഞുകൊള്ളുക. പക്ഷേ ഈ കുമ്പിടലുണ്ടല്ലോ, അത് ജനത്തിൻ്റെ അണ്ണാക്കിലടിക്കുന്ന ഒരു കാഴ്ചയാണ്. UDF സർക്കാർ പരിപൂർണമായി അധികാരത്തിൽ വന്ന ശേഷം ആദ്യമായി വെറുപ്പുണ്ടാക്കിയ ഒരു മന്ത്രിയാകുന്നു ബിന്ദു കൃഷ്ണ. പിണറായി വിജയൻ വിളിച്ച് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതിന് നമ്മൾ എത്രമാത്രം വിമർശിച്ചവരാണ്. ബിന്ദു കൃഷ്ണ തൻ്റെ ജയത്തിൻ്റെ എല്ലാ പിതൃത്വവും വെള്ളാപ്പള്ളി നടേശനാണോ കൊടുത്തിരിക്കുന്നത്? അദ്ദേഹമാണോ നിങ്ങൾക്ക് വേണ്ടി നാട് മുഴുവൻ പ്രചരണം നടത്തിയത്? അപ്പോൾ കൊല്ലത്തെ നായന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നും നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ലേ? പിണറായി വിജയൻ എന്ന ജനശത്രുവിനെ ഇറക്കിവിട്ട് ഈ നാട്ടിൽ മനുഷ്യന് അഭിമാന ബോധത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കണമെന്ന് കൊതിച്ചിട്ടാണ് UDFന് ജനങ്ങൾ വോട്ട് ചെയ്തത്. വെള്ളാപ്പള്ളിയുടെ മോൻ തുഷാർ പുഞ്ചിരിയും പൂക്കുലയുമായി പോയി മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. അവരുടെയൊക്കെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അതൊക്കെ. എൻ്റെ അപ്പൻ പുറകെ വരുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. മകനെ വിട്ടതാണ് അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയൊക്കെ ഉണ്ടെന്നറിയാൻ. VD സതീശൻ എങ്ങനെയാണ് പെരുമാറുന്നതൊക്കെ ചോദിച്ചറിഞ്ഞു കാണും. എന്നെപ്പറ്റി വല്ലതും തിരക്കിയോടാ മോനെ എന്നും അന്വേഷിച്ചു കാണും തുഷാറിനോട്. 2 ദിവസത്തിന് ശേഷം കൻ്റോൺമെൻറ്റ് ഹൗസിൽ പോയി വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെ സന്ദർശിക്കും. സുഖമില്ലെങ്കിൽ അങ്ങോട്ട് വന്ന് കാണും.
എങ്ങനെ ഭരിക്കണമെന്നുള്ള കാര്യത്തിൽ സതീശന് വെള്ളാപ്പള്ളി കുറേ നിർദ്ദേശങ്ങൾ നൽകും. പിണറായി വിജയൻ സർക്കാർ എന്തുകൊണ്ട് തോറ്റുപോയി എന്നും പറയും. ഈ വെള്ളം നടേശനെ കന്റോൺമെൻറ്റ് ഹൗസിലോ ക്ലിഫ് ഹൗസിലോ കയറ്റിപ്പോയാൽ സതീശൻ സാറേ, നിങ്ങളുടെ അവസാനത്തിൻ്റെ ആരംഭമായിരിക്കും അത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്നെ കാണാൻ വരുന്നവരെ സ്വീകരിക്കുക എന്നത് ആ പദവിയുടെ മഹിമയാണ്. പക്ഷേ കൊല്ലത്തുകാരി ബിന്ദു കൃഷ്ണ കണിച്ചുകുളങ്ങരയിലെത്തി എന്തിൻ്റെ പേരിലാണ് വെള്ളാപ്പള്ളിയുടെ അനുഗ്രഹം വാങ്ങിയത്? ഈഴവ എന്ന ലേബലിൽ മാത്രമാണ് ബിന്ദു കൃഷ്ണ മന്ത്രിയായത് എന്ന് കരുതി നിങ്ങൾ ഈഴവ മന്ത്രിയല്ല. തൻ്റെ അനുവാദമില്ലാതെ സ്നേഹാലിംഗനത്തിന് വന്ന ഒരുത്തൻ്റെ കയ്യ് തട്ടിമാറ്റിയത് കണ്ടപ്പോൾ ബിന്ദു കൃഷ്ണയോട് ബഹുമാനം തോന്നി. പക്ഷേ വെള്ളാപ്പള്ളിയെ സന്ദർശിച്ചതോടുകൂടി നിങ്ങളത് കളഞ്ഞു കുളിച്ചു. പുതിയ തലമുറ ഇത്തരത്തിലുള്ള ജാതി കോമരങ്ങളെ ഇഷ്ടപ്പെടുന്നതേയില്ല. UDF-നെ പരാജയപ്പെടുത്താൻ സകല നെറികെട്ട തന്ത്രങ്ങളും പയറ്റ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. ബിന്ദു കൃഷ്ണയുടെ ഈ സന്ദർശനത്തിന് ശേഷം നവമാധ്യമങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. സ്വന്തം സമുദായത്തിലെ അംഗങ്ങൾക്ക് പോലും വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും പ്രവൃത്തികൾ ഇഷ്ടമല്ല. അപ്പോൾ അവരുടെ അനുഗ്രഹം തേടുന്നവരോട് ജനങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? 52% ഈഴവരുള്ള പറവൂരിൽ വെള്ളാപ്പള്ളിയുടെ ശത്രുവിനെയാണ് ഈഴവർ ജയിപ്പിച്ചത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ നേതാക്കന്മാരുടെ ജനപ്രീതി മനസ്സിലാകുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഭക്തരെ മുഴുവൻ കേരളം കൂട്ടത്തോടെ തോൽപ്പിക്കുന്നതാണ് പതിവ്. പാർട്ടിക്ക് ഇത്ര വലിയ പരാജയമേൽക്കാൻ കാരണം വെള്ളാപ്പള്ളിയെ തോളിലേറ്റിയതാണെന്ന് CPM പോലും വിലയിരുത്തിയിട്ടുണ്ട്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ എന്തെല്ലാം പണികളാണ് അവസാന വട്ടം വരെ കണിച്ചുകുളങ്ങരയിലിരുന്ന് ഇദ്ദേഹം നടത്തിയത്. കോൺഗ്രസ് പാർട്ടിക്കും UDF-നും വേണ്ടി വെള്ളാപ്പള്ളി ചെയ്ത സംഭാവനകൾ എന്താണെന്ന് ബിന്ദു കൃഷ്ണ പൊതുജനത്തോട് പറഞ്ഞാൽ മതി. ഈ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം ഞങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. ഭരണം കിട്ടി 2 ആഴ്ച പിന്നിടുമ്പോഴേക്കും ബിന്ദു കൃഷ്ണ വകുപ്പിലൊന്നും ചെയ്തില്ലെങ്കിൽ എന്താ, നാട്ടുകാരുടെ തെറി ആവോളം വാങ്ങി കൂട്ടുകയാണിപ്പോൾ. ബിർണാണ് ചോദിച്ച ശംഖുവിൻ്റെ അമ്മൂമ്മയുടെ പേരെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് വേണ്ടേ ബിന്ദു കൃഷ്ണ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊഞ്ചിക്കുഴയാൻ? ഒരു പാവം പൈതലിൻ്റെ വരെ ട്രോൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ബിന്ദു കൃഷ്ണ എത്ര കാലം ഇങ്ങനെ ആ കസേരയിലിരിക്കുമെന്ന് ആർക്കറിയാം?